നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തൂക്കുകയറങ്ങി തൂക്കുകയറ്. അമ്മ കനിഞ്ഞ് നൽകിയ മരണമാണെന്ന് മനസ്സിനെ പഠിപ്പിച്ച് ഞാൻ അനുസരണയോടെ ആ തൂക്ക് മരത്തെ അങ്ങ് സ്വീകരിച്ചോളാം. കുറെ നേരത്തെ സാർ കൊന്നു പറയുന്നതേ. എന്റെ മോനാ കൊന്നതെന്നേ നിങ്ങൾക്കൊരു കവലച്ചട്ടമേ പറഞ്ഞ അറിവല്ലേ ഉള്ളൂ. അല്ലാതെ മറ്റെന്തെങ്കിലും തെളിവ് സാറിന് കാണിക്കാൻ പറ്റുമോ? എടാ ഫോണെന്നെടുക്കേ. കല്യാണം കൂടാൻ വന്നവർക്ക് മകന്റെ കല്യാണവും കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. മകന്റെ ഒരു പെണ്ണിനോടുള്ള പരാക്രമമെങ്കിലും അച്ഛൻ കണ്ടൊന്ന് ആശ്വസിക്കട്ടെ. എന്നിട്ട് മറ്റുള്ളവർക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. അതാ കൊടുക്കണോ? എന്താ ഇതൊക്കെ? അത് ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇനിയുണ്ട് മറ്റൊരു തെളിവും കൂടി. ഈ വീഡിയോയില് വിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്ന കത്തി. എടുത്ത് കാണിച്ചു കൊടുക്കണോ? ഈ കത്തിയിൽ പറ്റിയിരിക്കുന്ന ബ്ലഡ് കാർത്തികയുടെ ആണെന്ന് തെളിയുകയും ഫിംഗർ പ്രിന്റ് ഈ വിഷ്ണുവിൻ്റെതാണെന്ന് മനസ്സിലാകുകയും ചെയ്താൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറോട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അല്ലേ മേഡം? അതുകൊണ്ട് സഹകരിക്കണം. അറസ്റ്റ് ചെയ്യണോ? യെസ് സാർ. സർ, ആരെയും കൊല്ലാൻ എന്റെ മകന് കഴിയില്ല. ഈ പറയുന്നതും കാണിച്ചതും ഒക്കെ കള്ളവാ. ഇത് നിങ്ങളൊക്കെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥ. ഇവൻ പറഞ്ഞില്ലേ അവനൊന്നും ചെയ്തിട്ടില്ലെന്ന്. മോനെ വിഷ്ണു, അമ്മയുടെ പ്രാക്കിന് ഇത്രയും ശക്തി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. മകൻ ജയിലിലായിങ്ങ എന്ത് അമ്മ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നില്ലേ? അമ്മയുടെ മനസ്സ് പോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ലേ? ഇല്ലേ? ഇത്രയും ക്രൂരയാവരുതമ്മ. എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. അമ്മ മക്കളെ സ്നേഹിക്കണം, പക്ഷെ അവരുടെ ജീവിതം തകർത്തുണ്ടാവരുത്. നിങ്ങൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല. ആരോടൊക്കെയുള്ള ദേഷ്യത്തിന് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചു. മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കാണണമെന്ന് ചിന്തിക്കുന്ന അമ്മായിമ്മമാരെ പോലെ തരം താഴ്ന്നു പോയി എന്റെ അമ്മ. അതുകൊണ്ട് തന്നെ എനിക്കിനി നിങ്ങളെ കാണണ്ട. എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാ നിങ്ങള്. വിഷ്ണു, എന്നെ ഇങ്ങനെ തകർത്തത് അമ്മയല്ലേ അമ്മേ? അല്ലേ? കാർത്തിക, അവളെ എന്നെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയതിന്റെ വിലയായിട്ട് എനിക്ക് കിട്ടിയതായി അറസ്റ്റ്. അമ്മയ്ക്കപ്പൊ ജയിക്കണം. ആ കാർത്തിക അമ്മ അതിനായിട്ട് ഉപയോഗിച്ചു. എന്നിട്ട് ആരാ ജയിച്ചേ? ഒരു തെറ്റും ചെയ്യാത്ത ഞാനിപ്പോ കൊലപാതകി. ഇനി രക്ഷിക്കാനെന്നും പറഞ്ഞ് എന്റെ പിന്നാലെ വരരുത്.
തൂക്കുകയറങ്ങി തൂക്കുകയറ്. അമ്മ കനിഞ്ഞു നൽകിയ മരണമാണെന്ന് മനസ്സിനെ പഠിപ്പിച്ച് ഞാൻ അനുസരണയോടെ ആ തൂക്കുമരത്തെ അങ്ങ് സ്വീകരിച്ചോളാം. ശാലിനി, മാപ്പ്. സ്വപ്നങ്ങൾ തന്ന് മോഹിപ്പിച്ചേനെ. ഒന്നിച്ചൊരു ജീവിതം കൺമുന്നിൽ കയ്യെത്തു ദൂരത്തെത്തിയിട്ടും നമുക്കതിന് സാധിച്ചില്ലല്ലോ. ഇനിയോട്ട് സാധിക്കൂല. മനസ്സ് തകർന്നാ പോകുന്നേ. അതുകൊണ്ട് തന്നെ ആരോട് യാത്ര ചോദിക്കുന്നില്ല. ഒന്നിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഓടിയില്ലേ? ഒരുപക്ഷെ അടുത്ത ജന്മത്തിൽ. വിഷ്ണുട്ടാ, തളരരുത്. ഒരറസ്റ്റ് കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. ഇത് ചതിയാ. ഇതിൽ നമ്മൾ ഭയന്നു പോയാ പിന്നെ നമ്മളില്ല. ആരൊക്കെയോ ഇതിന് പിന്നിലുണ്ട്. അവരുടെ പിന്നാലെ ഞാനും ഉണ്ടാവും. ഇതിന്റെ സത്യം എന്താണെന്ന് പുറത്തു വരും വരെ. അച്ഛാ, ഹലോ, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. വലിയ യാത്രയപ്പും കാര്യങ്ങളൊന്നും വേണ്ട. ടൂറൊന്നും പോവുമല്ലോ. ഇവിടെ അവനെ പിടിച്ച് വണ്ടി കയറണോ? ബലപ്രയോഗമൊന്നും വേണ്ട. വരും. ഇങ്ങോട്ട് മാറോ, പറയോട്ട്. വരും. നമ്മുടെ മോൻ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.